മലയാളികളൊക്കെ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനൊരു വീഡിയോ ആയി പറയാൻ കാരണം എൻ്റെ വീടിനടുത്തുള്ള രണ്ടുപേരും പ്രായമായവരാണ്. ഇപ്പോൾ അയോധ്യയിലേക്ക് പോവുകയാണ്. 8 ദിവസത്തിനുള്ളിൽ അവർ യാത്ര പോവുകയാണ്. എൻ്റെ അമ്മയൊക്കെ എന്നോട് വന്ന് ചോദിക്കുന്നു, അയോധ്യയിൽ പോകുന്നതിൻ്റെ ടൂർ പാക്കേജിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. പോകാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെ പോകാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയോധ്യയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മലയാളികളുടെ വീഡിയോസും വിഷ്വൽസും നിറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അയോധ്യയിലേക്ക് മലയാളികൾ ഇപ്പോൾ വലിയ രീതിയിൽ പോകുന്നുണ്ട്. രാമജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം കാണുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങളിൽ എത്ര പേര് അയോധ്യ രാമക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ പോകണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്? അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രാം എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാൻ പറ്റുമല്ലോ മലയാളികളുടെ ട്രെൻഡ്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ ഈ അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുമ്പോൾ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ആ വിവാദം തന്നെയാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് രാമജന്മഭൂമിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രേരണ കൂടി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങൊക്കെ ഉണ്ടെന്ന് വലിയ രീതിയിൽ അത് വൈറലൊക്കെ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ അതൊക്കെ വലിയ വിവാദവുമായിരുന്നു. ചില ആൾക്കാർ വിവാദവും പറയുന്നുണ്ടായിരുന്നു, ചില ആൾക്കാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ KS ചിത്ര, പാട്ടുകാരിയായിട്ടുള്ള KS ചിത്ര രാമനുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേന് KS ചിത്രയ്ക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നുണ്ടായിരുന്നു. KS ചിത്രയെ അപമാനിക്കുന്നതിനെ കണ്ടു, KS ചിത്രയെ ആക്ഷേപിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? KS ചിത്ര ഒരു വിശ്വാസിയാണ്. അവർ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ കിടന്ന ആൾക്കാർ ബഹളം വെക്കേണ്ട വല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള ബഹളം വെക്കുകളാണ് KS ചിത്രയൊക്കെ കയറിയ ആളുകൾ ഇങ്ങനെ ബഹളം വെക്കുന്നു, ആക്ഷേപിക്കുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസപ്രകാരം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ ഈ പ്രായമായിട്ടുള്ള പല ആൾക്കാരിലേക്കും സ്വാധീനിക്കപ്പെടുകയും അവർക്കൊക്കെ രാമക്ഷേത്രത്തിൽ പോകണമെന്നൊരു തോന്നലുണ്ടാകുകയും ചെയ്തു. അയോധ്യ ടൂറിസം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സൗദി അറേബ്യയിലെ മക്കയേക്കാൾ അല്ലെങ്കിൽ വെത്തിക്കാൻ സിറ്റിയേക്കാൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന മത ആരാധനാലയമായി അയോധ്യ മാറുന്നു എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. അതായത് അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത്, രാമജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് രാമക്ഷേത്രം വന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള മാറ്റമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അയോധ്യ ടൂറിസം റെക്കോർഡുകൾ തകർത്തു. ലോകത്തിലെ 1-ാം നമ്പർ മതകേന്ദ്രം എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ആ വാർത്തയുടെ ഡീറ്റെയിലിംഗ് ആണ്: പുരാതന നഗരവും ഇതിഹാസ ഹിന്ദു ദൈവമായ ശ്രീരാമന്റെ ജന്മഭൂമിയുമായ അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മതസ്ഥലമായി ഉയർന്നു വരും. വെത്തിക്കാൻ സിറ്റി, സൗദി അറേബ്യയിലെ മക്ക എന്നിവയുൾപ്പെടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അയോധ്യ ഭൂമിയിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെയും മറികടന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കണക്കുകൾ ടൂറിസ്റ്റ് വകുപ്പ് ഈ പ്രസ്താവന സാക്ഷ്യപ്പെടുത്തുന്നു. ഹിന്ദുക്കളുടെ 7 പുണ്യഭൂമികളിൽ ഒന്നാണ് അയോധ്യ. നൂറ്റാണ്ടുകളായി ഭക്തർ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും അടുത്തിടെ നിർമ്മിച്ച രാംലല്ലയ്ക്ക് സമർപ്പിക്കുന്ന രാം മന്ദിർ വളരെയധികം ശ്രദ്ധ നേടി. ആഗോള മത ടൂറിസത്തിൽ അയോധ്യ ഒരു സാധ്യതയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മനോഹരമായ താജ്മഹലിനെയും മറികടന്നു. അതിശയകരം വിധം ആഗ്രയിലെ വിനോദസഞ്ചാരികളെക്കാൾ കൂടുതൽ ഭക്തർ അയോധ്യയിലേക്ക് വരുന്നതിനാൽ UP-യിലെ മത ടൂറിസം ഗണ്യമായി വളരുകയാണെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RP യാദവ് പറഞ്ഞു. പ്രതിവർഷം താജ്മഹലിന് ഏകദേശം 70-80 ലക്ഷം സന്ദർശകരെ ലഭിക്കുമ്പോൾ രാമജന്മഭൂമി ക്ഷേത്രത്തിന് ഏകദേശം 2 മാസത്തിനുള്ളിൽ സമർപ്പണം നടത്തിയത് 1.7 കോടി വിനോദസഞ്ചാരികളുടെ എണ്ണം ലഭിച്ചു. നമ്മുടെ രാജ്യത്ത് താജ്മഹലിനൊക്കെ കൂടുതൽ വരുമാനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അയോധ്യ രാമക്ഷേത്രത്തിനാണ്. രാമക്ഷേത്രം അയോധ്യയുടെ മുഖച്ഛായ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം മാറ്റിയിരിക്കുകയാണ്. നഗരാടിസ്ഥാനം സൗകര്യം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സഞ്ചാരികൾ അയോധ്യ സന്ദർശിക്കാൻ തുടങ്ങും. ഇതിനുശേഷം ഇപ്പോൾ കുംഭമേള നടന്നു. കുംഭമേളയ്ക്ക് 46 കോടിയോളം മനുഷ്യരെത്തി എന്നുള്ള രീതിയിൽ കണക്ക് വരുന്നുണ്ട്. ആ മനുഷ്യരെല്ലാം അയോധ്യ രാമക്ഷേത്രവും സന്ദർശിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം ആ സ്ഥലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നു. ഒരു സ്റ്റേറ്റിലേക്ക് പല സ്റ്റേറ്റുകളിൽ നിന്നും തീർത്ഥാടകരെത്തുന്നു. അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നു. ഒരാൾ 2000-2500 രൂപ അവിടെ ചെലവഴിച്ചാൽ പോലും അത് ആ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മാറ്റം വരുത്തുന്നു. അവിടെയുള്ള ആൾക്കാരുടെ ഹോം സ്റ്റേ സൗകര്യങ്ങളായാലും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട സൗകര്യമാണെങ്കിലും ടാക്സി സൗകര്യങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള മേഖലകളിലും അവിടെയുള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഈ അയോധ്യ പോലുള്ള ക്ഷേത്രത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വലിയൊരു പണം ഈ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ ആലോചിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാവുന്നത്. കോടിക്കണക്കിന് രൂപയാണ് തിരിച്ച് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക മേഖലയിലേക്ക് എത്തുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ആ കുംഭമേളയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തവരുടെ
പോക്കറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും, നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും വലിയ ശതമാനം ആൾക്കാർ അയോധ്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അയോധ്യയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളതാണ്. രാമനുമായി ബന്ധപ്പെട്ട് പണ്ടൊക്കെ നമ്മൾ സീരിയൽ കാണുന്നതും രാമൻ്റെ കഥകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും പറയാറുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ രാമജന്മഭൂമി പോയി കാണുക എന്നുള്ളത് എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കിടയിലും സ്പിരിറ്റാണ്. ആ സ്പിരിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആൾക്കാർ കേരളത്തിൽ നിന്ന് പോലും, നിങ്ങൾ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈ നേരത്തെയൊക്കെ മക്കയിലേക്കൊക്കെ പോകുന്ന ഈ ഇസ്ലാം മത വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലേക്ക് പോകുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കൂട്ടമായൊക്കെ അവരിപ്പം അയോധ്യ, അതുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടന മേഖലകളുണ്ട്. അയോധ്യ മാത്രമല്ല അവിടെ ഉള്ളത്, പല ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ എല്ലാം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുന്നവരുടെ നിങ്ങൾ ഓരോ പേജുകൾ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം മലയാളികൾ അവിടെ പോകുന്നുണ്ട്, എത്രത്തോളം സെലിബ്രിറ്റികൾ ഇപ്പോൾ അവിടെ പോകുന്നു. നേരത്തെയൊക്കെ ആൾക്കാർ കേരളത്തിലൊക്കെ ആൾക്കാർ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയി കഴിഞ്ഞാൽ അതാണ് ഇതാണ്, അല്ലെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ വർഗീയതയാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ ചിത്രയെ പോലുള്ള ആൾക്കാർ അയോധ്യയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ പോലും നമ്മുടെ കേരളത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പലരെയും അയോധ്യ സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തിച്ചത്. നേരത്തെയൊക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്യാന്നിരുന്നതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ അതാരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ആത്മീയ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അയോധ്യയിലേക്ക് എത്തുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങളിൽ എത്രത്തോളം ആൾക്കാർ അയോധ്യയിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകാൻ താല്പര്യമുണ്ട്? കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.